പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനത്തിൻ്റെ തുടർമാനമായിട്ടുള്ള പഠനമായി നമ്മളിൽ ഏത് സ്വഭാവമാണ്? ജഡസ്വഭാവമാണോ ആത്മസ്വഭാവമാണോ? ജഡസ്വഭാവമാണെങ്കിൽ നമ്മൾ മരിക്കും, നമ്മുടെ ആത്മാവ് മരിച്ചു പോവും. അല്ലല്ല, തുടർമാനമായിട്ട് വായിച്ചോട്ടെ ആ ഭാഗം. അല്ലല്ല, റോമർ ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കീഴ്പ്പെടുന്നില്ല, കഴിയുന്നതുമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡാഭിലാഷം അടുക്കുവാനോ പ്രയോജനമില്ല എന്നുള്ളത് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. അതിനോട് അനുബന്ധിച്ചാണ് ഈ വിഷയം ലിങ്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. അടുത്ത നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരായിരിക്കണം നമ്മൾ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ഇന്ന് അനേക വിശ്വാസികൾ ദൈവത്തിലുള്ളവരല്ല. കാരണം ദൈവാത്മാവില്ല. രക്ഷിക്കപ്പെട്ടു, ഒരു പരുവത്തിലായി വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കി, അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കൊന്നും അവരെന്ത് ചെയ്തില്ല, നടത്തിയിട്ടൊന്നും. അവരെങ്ങനെ പാട്ടും പാടി അങ്ങനെ ഇരിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കണം, ആത്മനിറവൻ ജീവിതം നയിക്കണം, ആത്മസ്വഭാവമുള്ളവരായി തീരണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രസംഗിക്കണം. പുതിയ നിയമസഭയ്ക്ക് ആത്മാവിനെ തന്നിരിക്കുന്നത്, ആത്മാവിനെ പ്രാപിച്ച് കൃപകളും വരങ്ങളും പ്രാപിച്ച് ജഡത്തോടും ലോകത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ഒരാത്മനിറവിൻ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ജഡ സ്വഭാവങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തിയാൽ നമുക്ക് നിത്യതയെ പ്രാപിക്കാൻ കഴിയാതെ നമ്മൾ പട്ടുപോകും ഇടയ്ക്ക് വെച്ച്. അടുത്ത പ്രധാന വിഷയമാണ്. അങ്ങനെ പറഞ്ഞ് വന്ന് ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ പാപനിമിത്തം മരിക്കലുണ്ടെങ്കിൽ ആത്മാവ് നീതിനിമിത്തം ജീവനാകും. 14-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു എങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ക്ഷമിക്കണം ദൈവം. ഒരു വലിയൊരു ഡിബേറ്റ് നടക്കുകയാണ്. ബ്രദറുകാരാണെന്ന് തോന്നുന്നു, എന്തുകൊണ്ടാണ്. അപ്പോൾ സ്വർഗത്ത് പോകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? വലിയ രണ്ട് പണ്ഡിതന്മാരിരുന്ന് പറഞ്ഞു, സ്വർഗത്ത് പോകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? നോർമൽ ക്വാളിഫിക്കേഷൻ, രക്ഷിക്കപ്പെടുക സാധനം. ആ ഡിബേറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂറോളം ഉണ്ടായി. ഞാനത് കേട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നിങ്ങൾ വായിച്ചു പഠിക്കണം ബഹുമാനപ്പെട്ട സാർമാരെ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് പൗലോസോടെ സ്ഥാപിക്കുന്നു. അതുപോലെ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആത്മാവ് നിങ്ങളിൽ ഇല്ലെങ്കിൽ എന്താ? അവിടെ കിടക്കും. ഇവിടെ പരിപാടി വല്ലതും ചെയ്യാൻ പറ്റും. സുവിശേഷ പ്രവർത്തനം നടക്കും, ട്രാക്ട് കൊടുക്കും, പ്രസംഗം, കവലപ്രസംഗം, പരിപാടികൾ, കോൺഫറൻസുകൾ, വലിയ വലിയ മെഗാ ക്രൂസൈഡുകൾ എല്ലാം നടക്കും. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ജഡത്തിലാണ് നടക്കുന്നത്. ഇത് പറയുമ്പോഴാണ് പ്രയാസം മറ്റുള്ളവർക്ക്. എൻ്റെ ഒരു സ്വഭാവമുള്ളത്, തെറ്റായ നിലയിൽ ദൈവവചനത്തെ കോട്ടിക്കളയുക കാണുമ്പോൾ ഞാൻ അവിടെ ഇടപെടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ശരി ഒരല്പം മനസ്സിലാക്കിയിരിക്കുന്ന കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ തെറ്റിലൂടെ പോയാൽ നമ്മൾ പിടിക്കപ്പെടും. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമം അനുസരിച്ച് ഇത്ര നമ്പർ, ഇത്ര വകുപ്പ് പ്രകാരം നീ കുറ്റം ചെയ്തു, നിനക്ക് ശിക്ഷ, റിമാൻഡ് ചെയ്യും. പിടിച്ചു കഴിയുമ്പോൾ തന്നെ FIR എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. കാശുള്ളവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെങ്കിൽ അവരിൽ FIR ഒന്നും വീഴത്തില്ല. നിയമമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ FIR വീണെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ അനീതിയുള്ള ഭരണം. ഇന്നലെ പ്രസംഗിച്ചപ്പോൾ നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പത്രോസിന്റെ ലേഖനം അവസാന ആ ക്ലിപ്പ് ഞാൻ പ്രസംഗിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ചിന്ത വന്നു. അതിതാണ്, നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ഈ പഴയ ഭൂമിയിലും പഴയ ആകാശത്തിനും കീഴിലൂടെ കിടക്കുന്നവർക്ക് നിയമങ്ങൾക്ക് പഴുതുകളുണ്ട്, രക്ഷപ്പെടാം. രാഷ്ട്രീയ സ്വാധീനം, പണസ്വാധീനം,
വിവിധ നിലയിൽ രക്ഷപ്പെടാം. ഈ ഭൂമിയിൽ രക്ഷപ്പെടാൻ മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും രക്ഷപ്പെടാൻ പഴുതുകളുണ്ട്. എന്നാൽ സ്വർഗീയ കോടതിയുടെ മുൻപാകെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവർ പിടിക്കപ്പെടും, അവരുടെ മേൽ FIR വീഴും. സ്വർഗീയ കോടതിയുടെ മുൻപാകെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പ്രിയമുള്ളവരെ. ശുശ്രൂഷകന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ, ആര് കാണിക്കുന്ന തെറ്റുകൾക്കും ദൈവ കോടതിയുടെ മുൻപാകെ നമ്മൾ വിധിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് രാവിലെ ഒരുത്തൻ യാഗം കഴിക്കാനായിട്ടൊരു ആട്ടുകുട്ടിയായിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ കർത്താവിനോട് ഈ അവിടെ പോയി ആട്ടുകുട്ടി അവിടെ പോയി ആദ്യം ചെയ്ത് സഹോദരനോട് എന്നിട്ട് കൊണ്ടുപോയി ഈ കർത്താവിന്റെ മേശയൊക്കെ ഭക്ഷിക്കുമ്പോൾ മാസങ്ങളായി സഹോദര എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊരു സ്വോത്രം പറഞ്ഞ് നല്ലൊരു മനസാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താൻ കഴിയാത്തവര് ഈ മേശ എടുക്കുമ്പോൾ എന്താ നടക്കുന്നുണ്ട്? നമ്മളെ നിസ്സാരമായിട്ട് കാണുക. അതിനെയൊക്കെ ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിസ്സാര വാക്കുകൾക്ക്, നിസ്സാര പ്രവൃത്തികൾക്ക് ആ ഒരു ഭയം കിടക്കുന്നുണ്ടാ ഞാൻ ഇതൊക്കെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് പ്രസംഗിക്കുന്നത്. നമ്മൾ അങ്ങനെ ആകരുത്. സഹിക്കുകയും പൊറുക്കുകയും വായിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ തീരണം. ഹല്ലേലൂയ. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പൗലോസ് വ്യക്തമായി പറയുക, മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ആത്മാവ് അവനിൽ വസിക്കണമെന്ന് പറയുന്നു. അടുത്ത അതിന്റെ 12-ാം വാക്യം, റോമർ 8:12. ആയാൽ സഹോദരന്മാരെ മരിക്കും നിശ്ചയം. ആ വാക്യം ഒന്ന് കുറിച്ചിട്ടോണേ. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവമക്കളെ? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അതിന്റെ 12-13 വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടത്. ആകയാൽ സഹോദരന്മാരെ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ജഡത്തിനല്ല കടക്കരാതെ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഈ മരിക്കും നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക മരണം അല്ല, പിന്നെ ആത്മീകമായി നമ്മൾ മരിച്ചു. നമുക്ക് ഉറപ്പ് കിട്ടത്തില്ല. നമ്മുടെ ആത്മാവിന്റെ രക്ഷ കിട്ടത്തില്ല. അതുകൊണ്ട് ജഡസ്വഭാവത്തെ അനുദിനം ക്രൂശിച്ച് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ജഡസ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റി ഞാനും നിങ്ങളും ആത്മസ്വഭാവം നമ്മളിൽ വളർത്തിയെടുക്കണം. അതിന് ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പാടണം, ആത്മാവിൽ ആരാധിക്കണം. ഒരു പാട്ട് നമ്മൾ പ്രാരംഭം എടുത്ത് പാടി കഴിഞ്ഞിട്ട് പിന്നെ അത്രയും സമയം തന്നെ ആത്മാവിലങ്ങോട്ട് പാടണം. അത് വലിയ അനുഭവമാണ്. ഞാൻ ഒരു ചർച്ചിലെ, ഞാനിപ്പോൾ ഓർക്കുന്നു, ചേർത്തലയിലൊരു കൂട്ടായ്മ, അവിടെ ഞങ്ങൾ 2 പ്രാവശ്യം അനുഭവം ഉണ്ടായി. പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ ആത്മാവിൽ അങ്ങോട്ട് പാടിയിട്ട് സമയം പോയത് 1/2 മണിക്കൂറാണ്. നിങ്ങൾ കണ്ണെല്ലാം അടഞ്ഞിങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചു പാടിക്കൊണ്ടിരുന്നത്. വലിയ ദൈവസ്വാന്നിധ്യം അവിടെയാ രോഗികൾ സൗഖ്യമാകുന്നത്, ഭൂതങ്ങൾ വിട്ടുപോകുന്നത്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവിടെയാണ് നടക്കുന്നത്. കാരണം ദൈവാത്മാവിന്റെ വലിയൊരു വ്യാപാരം ഉണ്ടാകുന്നു. ഇന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണുന്നില്ല. നമുക്കത് ഉണ്ടാകണം പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ നടത്തപ്പെടണം പ്രിയമുള്ളവരെ. അതിനുവേണ്ടി ഈ ദിവസങ്ങൾ അക്ഷാന്തം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം, ജഡത്തിന്റെ വാക്കുകളെ മരിപ്പിക്കണം, വാക്കുകൾ മരിപ്പിക്കണം, ജഡത്തിലുള്ള ഇടപെടലുകൾ മരിപ്പിക്കണം. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും പിന്നാൽ രുചി വരുത്തിയതുമാണ് എന്ന് വെച്ച് ഒരാളെ തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കണ്ടോ തർജ്ജനം ചെയ്യുന്നില്ലോ അതൊന്നും വരുന്നില്ല. തെറ്റ് ചെയ്ത വിശ്വാസികളെ ശാസിക്കാനും തർജ്ജനം ചെയ്യാനും ദേവദാസന്മാര് ഇച്ചിരി കഠിനമായി ശാസിക്കും, പദങ്ങൾ ഉപയോഗിക്കും. അത് വേറൊരു വിഷയമാണ്. പൊതുവെ നമ്മൾ ഇടപെടുമ്പോൾ എല്ലാവരോടും എന്തായിരിക്കണം? സ്നേഹത്തോടെ, ഉപ്പിനാൽ രുചി വരുത്തിയത്, കൃപയോടുകൂടിയതുമായി. അത് ആത്മാവിൽ മാത്രമേ നമുക്ക് പറ്റൂ. ഈ പത്രോസൊക്കെ ആരായിരുന്നു ആൾക്കാർ? നമുക്കറിയാം അല്ലേ? ഭയങ്കര ചട്ടം, ഇടിമക്കൾ എന്നൊരു പേര് അവർക്കുണ്ട്. എന്നാൽ ആത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ പിറകെ നടന്ന് അവര് സ്വത്രം കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ അഭിഷേകം പ്രാപിച്ച് പിന്നെ വന്നപ്പോൾ എന്ത് പറ്റി? ആരെങ്കിലും അവർ അടിക്കാൻ പോയാൽ അവർ തിരിഞ്ഞിരിക്കുകയല്ലേ, അവർ ഓടുകയും.
എനിക്കറിയാം ഒരു സ്ഥലത്ത് ട്രാക്ടർ വിതരണം നടത്താനും സുരക്ഷിത പ്രസംഗത്തിന് ചെന്നപ്പോൾ അവിടെ ഒരു 8-10 പേര് അങ്ങോട്ട് വന്നിട്ട് ഇവിടെ നടത്താൻ പറ്റുന്നു. അവർ വരില്ല, എന്തുകൊണ്ട് നടത്താൻ പറ്റുന്നു? അവരടിക്കാൻ പോണ പോലെ എനിക്ക് തോന്നുന്നു. അത് ദൈവകൃപയോടുള്ള ഇടപെടൽ. കുടി വെട്ടിക്കളഞ്ഞ് പോകാനോ തോന്നാണ്. എല്ലാത്തിനും വ്യവസ്ഥ ഉണ്ടെന്നേ, എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്. അക്കൂസേ പോകാൻ വ്യവസ്ഥയുണ്ടെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ എവിടെയാ കിടക്കണം? പൊത്തം വായിച്ച് പഠിക്കാൻ പറഞ്ഞു. പൊത്തം വായിച്ച് പഠിക്കാൻ പറഞ്ഞു. പാലായിട്ട് പോകണമെന്നുണ്ടല്ലേ? തമിഴ്നാടിന്റെ രീതിയൊക്കെ കണ്ടില്ലേ, നമ്മൾ കാണുന്നില്ലേ? എത്ര അന്യായം! പ്രിയമുള്ളവരെ, എല്ലാറ്റിനും ദൈവം വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്. മോശയ്ക്ക് പ്രമാണത്തിൽ ജനത്തിന് വ്യവസ്ഥ കൊടുക്കുന്നു. ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ ഭയങ്കരമായ പ്രമാണം വ്യവസ്ഥയാണ്. വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം, അതിനെ മുറുകെ പിടിച്ചുകൊള്ളാൻ 2 ദിവസവും 2:15 പൗലോസ് പറയുന്നുണ്ട്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് സ്തോത്രം ജഡാഭിലാഷം, ആത്മാഭിലാഷം. ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞെങ്കിലും അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ഗലാത്യ ലേഖനത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പറയുന്ന വളരെ കട്ടിയായ ഒരു പദപ്രയോഗമുണ്ട്. അതിങ്ങനെയാണ്: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. 5:16 വാക്യം. 17 ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അത് തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണം മുഴുവൻ ജഡത്തിന്റെ പരിപാടികളാണ്. നിങ്ങൾ എബ്രായലേഖനം പഠിച്ചാൽ ന്യായപ്രമാണം ജഡീക നിയമം, ന്യായപ്രമാണം ജഡീക ശുദ്ധീകരണം, പുതിയ നിയമം ആത്മാവിന്റെ ശുദ്ധീകരണം. എത്ര വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ കൊലോസ്യ ലേഖനത്തിലേക്ക് വരും. അടുത്ത 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറിയാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഭൂമിയിലുള്ളതല്ല. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മൾ അതിനെക്കുറിച്ച് അല്പം പഠിക്കാം. വളരെ ഗഹനമായൊരു പഠനമാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ഇവിടെ പറയുന്ന ഉയർത്തെഴുന്നേൽപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? 2:12 വായിച്ചേ. കൊലോസ്യർ 2:12 സ്നാനത്തിൽ നിങ്ങൾ അവനെ ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തി. അപ്പൊ നമ്മൾ എങ്ങനെയാ ഉയർത്തെഴുന്നേറ്റത്? സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അടുത്ത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താലുള്ള ഉയർപ്പ്. ആക്ഷരിക ഉയർപ്പല്ല, അവിടെ ഒരു ആത്മീയ ഉയർപ്പ്. പാപം ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ, വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സമ്പൂർണ്ണമായി അടക്കപ്പെടുന്നു. പൊങ്ങി വരുമ്പോൾ ഒരു പുതിയ മനുഷ്യൻ പൊങ്ങി വരുന്നു. സ്നാനത്തിൽ നിങ്ങളോടുകൂടി അടക്കപ്പെടുകയും ഹല്ലേലൂയ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആ ഉയർപ്പ് പ്രാപിച്ചവരോടാണ് ഗലാത്യർ 3:1 സമ്പാദിക്കുന്നത്. എങ്ങനെയാ? കൊലോസ്യർ 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മതി. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതായിട്ട് വിഷയം. നമ്മളെല്ലാം ഈ വാക്യത്തെ വേണ്ട രീതിയിൽ ഗ്രഹിക്കാത്തത് കൊണ്ട് പല അബദ്ധങ്ങളും പറ്റാറ്. ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുക, ക്രിസ്തുവിനോടുകൂടി മരിക്കുക. ഗലാത്യർ 2:20 തോന്നുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല. ക്രിസ്തുവിനോട് ഗലാത്യർ 2:20 ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല. അപ്പൊ ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ പോയി. ഈ ഭാഗം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലോട്ട് പ്രവേശിക്കണം. ഒരു പുതിയ നിയമ വിശ്വാസി
പാപത്തിൽ മരിച്ചു, ക്രിസ്തുവിനോടുകൂടി മരിച്ചു. സ്നാനത്തിലൂടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവൻ ക്രിസ്തുവിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുക, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുക. ഒരു ആത്മീയമായ ഉയർപ്പ് അവന് കിട്ടി. ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താലുള്ള ഒരു ഉയർപ്പ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ പദം വളരെ ശ്രദ്ധേയമാണ്. 12-ാം വാക്യം, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും. ആമേൻ. ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. അപ്പൊ നമ്മൾ ഉയർത്തെഴുന്നേറ്റിൽ ഒരു പ്രത്യേക ഘടകം ഉണ്ടാ, ദൈവത്തിന്റെ വ്യാപാര ശക്തി ഉണ്ട് ആ ഉയർപ്പിൽ. ആ ശക്തിയാൽ ഒരു ആത്മീയ ഉയർപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആക്ഷരികമല്ല. ഈ നിതിനെന്ന് പറഞ്ഞ ചെറുക്കനെ ഉയർപ്പിക്കാനായിട്ട് 2 പാസ്റ്റർമാരാണ് അവിടെ സമയമെടുത്തു. 2 പാസ്റ്റർമാർ. ഇവരെ നമുക്കൊന്ന് ഉയർപ്പിച്ചാലോ? എന്തുകൊണ്ടായി പറയണം? ഇവിടെ എറണാകുളത്ത് ഒരു പാസ്റ്റർ മരിച്ചുപോയി, 52 വയസ്സ്. മരുമോൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. പപ്പ അങ്ങനെ മരിക്കാനൊന്നും പറ്റത്തില്ല. എന്ത് ചെയ്യണം? പപ്പാനെ വെറുതെ മരിക്കാൻ 3 ദിവസം വെച്ചുകൊണ്ടിരുന്ന അമ്മ. അത് ആരുടെ ഒരു ചെറുക്കാൻ കൊണ്ട് കുടിച്ചിട്ട് നോക്കാം, പോലീസ് വന്ന് പിടിച്ചിട്ട് നോക്കാം. എല്ലാവരും കൂടി വഴക്ക് പറഞ്ഞ് അവനെ കൂട്ടിച്ച്, അവനടന്ന് ഊട്ടി അവസാനം എല്ലാവരും കൂടി കൊണ്ട് കുടിച്ചിട്ട്. എന്ത് കാര്യം ഇതിന്? ജീവിതമോ തരികട കാണിച്ചുകൊണ്ടിട. ഒരു വിശ്വസ്തനല്ല, ശുശ്രൂഷയിലും ജീവിതത്തിലൊന്നും വിശ്വസ്തനല്ല. ഒരു ഫോർമാലിറ്റി ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് ഒരു ഷോ കാണിക്കാൻ വേണ്ടി അച്ഛനെ ഞങ്ങൾ ഉറപ്പിക്കാൻ പോകും. എന്നെ ഉറപ്പിക്കാൻ പോകും. മരിച്ചു കഴിഞ്ഞാൽ മനോഹരമായ നിലയിൽ കുടിച്ചിട്ട് ഒരു അടക്കം കൊടുത്തിട്ട് എല്ലാവരെയും വിളിച്ച് പ്രസംഗിപ്പിച്ച് മരിച്ചുപോയ ആൾ കത്താവ് വരുമ്പോൾ ജീവിച്ചെഴുന്നേൽക്കൂല. അതുകൊണ്ടൊക്കെ ഈ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള വിശ്വാസവും പ്രത്യാശയൊന്നും ഇവർക്കില്ല. ഞാനൊരു കാര്യം തുറന്നു പറയാം, നമ്മൾ കൊണ്ടുപോയി കുടിച്ചിടുന്ന പലരും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എൻ്റെ കാര്യം കാരണം ഇപ്പൊ നിങ്ങൾ എന്നോട് പാസ് എന്താ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരാളെ മറുപടി, ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ടൊരു ക്വാളിറ്റി ഈ പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. കൊടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേറ്റ് ശിക്ഷാവിധി പ്രാപിക്കാൻ ഉയർത്തെഴുന്നേൽക്കും, അത് വേറെ കാര്യം. ഞാൻ പറയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ ഒരു കാണുന്ന എനിക്ക് പോണ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരു ഉയർപ്പുണ്ട്. പണ്ടൊരു ഞങ്ങളുടെ ഉപദേഷ്ടാവ് ജീവിച്ചിരുന്ന ഉയർത്ത് നിരീശ്വരവാദിയായ ഒരു അപ്പച്ചൻ, ഇംഗ്ലീഷ് അപ്പച്ചൻ എന്നാണ് പേര്. നല്ല പാണ്ഡിത്യമുള്ള ആളാണ്, ദൈവത്തിൽ ഒരു നുള്ളുപോലും വിശ്വാസം. പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോ അടക്കാനായിരുന്നു. മക്കളും ഭാര്യയെല്ലാം ഓർത്തഡോക്സ്. അവർക്ക് ദൈവവിശ്വാസമുണ്ട്, ഇവർക്ക് വിശ്വാസം. ആരടക്കും? അച്ഛന്മാർ പറഞ്ഞ് വേറെ പണിയുണ്ടോ എന്ന് നോക്കാം. ഈ നിരീശ്വരവാദി അപ്പച്ചനെ ഞങ്ങൾ എന്ത് പറഞ്ഞു കുഴിച്ചിടാൻ? ഇവിടെ ഞങ്ങളുടെ ഉപദേഷ്ടാവിന്റെ സ്വന്തക്കാരൻ. അപ്പച്ച എങ്ങനെയും ഈ മനുഷ്യനെ കുറിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. പുള്ളി ആള് മഹാവിളിക്കുന്നു. അവിടെ വന്ന് സംഗതി എല്ലാം എടുത്തു പറഞ്ഞു, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും കർത്താവിന്റെ. ഇദ്ദേഹം ക്രിസ്തുവിൽ മരിച്ചവനാണെങ്കിൽ വരുന്നത്. എന്നാൽ ഇയാൾക്ക് ഒരു ഉയർപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് കൈ ഭയങ്കര ഇപ്പൊ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഒരു ഉയർപ്പുണ്ട്. ഏതാ? ഉയർത്തെഴുന്നേറ്റ് അന്ത്യന് ശിക്ഷാവിധിക്ക് വേണ്ടി ഉയർന്നു പോകുന്ന കാര്യം. അതുമല്ല ഈ പുസ്തകം അറിഞ്ഞുകൂടാത്തവർക്ക് അറിയാം, അതൊന്നും അറിയത്തില്ല. അവരെല്ലാം കൂടെ കിടന്ന് ബഹളം വെച്ച് അച്ചായൻ എങ്ങനെയായാലും ഉയർത്തെഴുന്നേൽക്കുമല്ലോ, അത് മതിയെന്ന്. ഉയർത്തെഴുന്നേറ്റ് നരകത്തിൽ പോകണമെന്നുള്ള ചിന്ത അവർക്കില്ല. ഒരു നർമ്മമാണെങ്കിലും അതിൽ കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കി. എങ്ങനെയെങ്കിലും ഉയർത്തെഴുന്നേറ്റ് അറിയില്ല. ഒടുക്കത്തെ ശിക്ഷാവിധിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഉയർപ്പ് ഒരു ഉയർപ്പേ അല്ല, അത് നരകത്തിൽ പോകാൻ വേണ്ടി ഉയർത്തെഴുന്നേൽക്കേ. എന്ത് പ്രയോജനം? 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. കാഹളം ധരിച്ച് കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്നവരോ നാം ഒരുമിച്ച് അവരെ എതിരേൽപ്പാൻ ആകാശത്തെ മേഖലയിൽ എടുക്കണം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ക്രിസ്തുവിൽ ജീവിച്ചു മരിക്കുക, ക്രിസ്തുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുക. ഈ 2 പദം വിട്ടുകളയുന്നത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക, ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് അവസാന ശ്വാസത്തിൽ മരിക്കുക. അല്ലാതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു 2-3 വർഷം ജീവിച്ചിട്ട് അത് വെച്ച് കള്ളും കുടിച്ച് തോന്നിയാസം ചെയ്ത് ജീവിച്ചിട്ട് വയറും പൊട്ടി ചത്ത് കഴിഞ്ഞിട്ട് ഈ സഹോദരൻ ഒരുത്തന്നെ പ്രസംഗിക്കുമ്പോൾ എന്തോ ഒരു പോഷത്വമാണ്. ഞാനവിടെയൊക്കെ മുങ്ങിക്കളയും, പോകത്തില്ല. എനിക്കറിവിട്ട് ഞാൻ പോകത്തില്ല. അതിൻ്റെ 7 അരി കൊടുക്കുന്നില്ല. കാരണം നമ്മുടെ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ പറയും അതൊന്നും പ്രസംഗിക്കാൻ, എന്ത് പ്രസംഗിക്കാൻ?
ഈ പാപം ചെയ്ത് ചത്തുപോയല്ലേ, എന്ത് പ്രസംഗിക്കാനാ? ഇന്ന് നടക്കുന്ന മുഴുവൻ അതാണ് ദൈവമക്കളെ. വളരെ ചുരുക്കം അടക്കങ്ങൾ മാത്രമേ ഉള്ളൂ അവർ ഉയർത്തി. ഞാനത് പരിഹസിക്കുകയില്ല. ഞാൻ റിയൽ ട്രൂത്ത്, യഥാർത്ഥ സത്യം ഞാൻ പറയും. ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ട് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഈ ഉപദേശത്തിൽ ഉണ്ട്. അത് നമ്മൾ കൂലങ്കുഷമായി പഠിക്കണം, അല്ലാതെ ഒന്നും കാര്യം നടക്കുന്നില്ല. നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിക്കാം. നമ്മുടെ ഈ ചപ്പടി വിദ്യയൊന്നും ദൈവത്തിൻ്റെ അടുക്കൽ നടക്കില്ല. അവൻ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നു. അവൻ മുഖം നോക്കാത്തവന, അവന് മുഖപക്ഷമില്ല. നേരോടെ വിധിക്കുന്ന ഒരു ദൈവമാണ് സർവശക്തനായ. ഇവിടെയുള്ള ഉയർപ്പിനെ കുറിച്ച് പൗലോസ് പറയുന്നത്, സ്വത്രം, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തൽ ലഭിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടി ഉയർത്ത് നിൽക്കുകയും ചെയ്തു. എഫേസ്യർ 2-ാം അധ്യായം എടുത്താട്ട് അവിടെ ചില ഉയർപ്പിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എഫേസ്യർ 2:2 ഹല്ലേലൂയ സ്തോത്രം 1-ാം വാക്യത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും അതാ ഉയർപ്പ്, ആത്മീയ ഉയർപ്പ്. അതിക്രമങ്ങളിൽ ജീവിച്ച് പാപങ്ങളിൽ ജീവിച്ചുകൊണ്ടിരുന്ന അതിക്രമങ്ങൾ നമ്മുടെ അതിക്രമങ്ങൾ, പാപം ആദാമ്യ പാപം. തരംതിരിച്ച് പഠിച്ചോണേ. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം അതിക്രമം ചെയ്തു, അതിക്രമങ്ങളിൽ മരിച്ചു. പിന്നെ പാപം, ആദാമിന്റെ പാപം നിമിത്തം സകല മനുഷ്യരും പാപികളും സകല മനുഷ്യരും മരിക്കേണ്ടതാണ്. അപ്പോൾ ആദാമ്യ പാപം നിമിത്തവും നമ്മുടെ അതിക്രമ നിമിത്തവും മരിച്ചവരായിരുന്ന നമ്മെ എന്ത് ചെയ്തു? നിങ്ങളെയും അവർ ഉയർപ്പിച്ചു. അടുത്ത് അല്ല വേണ്ട, അടുത്ത 5-ാം വാക്യം വായിച്ച്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. മതി, അവിടെ ഉയർപ്പിച്ചു, ഇവിടെ ജീവിപ്പിച്ചു. ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. ക്രിസ്തുവിൽ കൂടിയാണ് ഉയർപ്പും ജീവനും ഒക്കെ. മോശയെ കൂടി ഒന്നും കിട്ടത്തില്ല, നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ ഇവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജീവൻ ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ ഉപദേശത്തിലാണ് കിടക്കുന്നത്. മറ്റത് കൊല്ലുന്ന പ്രമാണമാണ്. ഈ അടക്ക സമയത്ത് ഒരു വാക്യം വായിക്കുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ ചിന്ത. വർണ്ണമേ നിന്റെ വിഷമുള്ളവിടെ, വർണ്ണമേ നിന്റെ ജയം അവിടെ. പിന്നെ അടുത്ത് ഭരണത്തിന്റെ വിഷമുള്ള പാപം. അടുത്ത് പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. അതാരും കൊണ്ടുന്നില്ല. അത് ചുമ്മാ അങ്ങനെ വായിക്കണ്ട് പണ്ടാറിന് പറഞ്ഞ പോലെ ഈ ജാതിക്ക് വിളിക്കാനായിട്ട് കൊമ്മിണിക്കാർ പറഞ്ഞ പോലെ പറഞ്ഞിങ്ങനെ പോവുക. ഇത് അർത്ഥമൊന്നും അറിയത്തില്ല. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. പഴയ നിയമ പ്രമാണം മനുഷ്യനെ കൊല്ലുന്നു എന്ന് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് കൊല്ലുന്ന പ്രമാണം, അത് മരണത്തിന്റെ പ്രമാണം, അത് ഇരുട്ടിന്റെ പ്രമാണം, അത് ശിക്ഷാവിധിയുടെ പ്രമാണം, അത് താൽക്കാലിക പ്രമാണം. എന്നാൽ ക്രിസ്തുവിന്റെ പ്രമാണം മനുഷ്യനെ ജീവിപ്പിക്കുന്നതാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വേറെ ആരാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു ഞാൻ മരിച്ച് എന്റെ പിതാവിന്റെ സന്നിധിയിൽ. ഇപ്പൊ ഇവിടെ ഓരോരുത്തരും മരിച്ചു പോകണം, അവർക്ക് തന്നെ അറിയത്തില്ല ഇങ്ങോട്ടാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കാം, എന്നെ അറിയത്തില്ലോ. കർത്താവ് മരിച്ച് അങ്ങോട്ട് പോകുന്നത് കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് ജീവനും പുനരുത്ഥാനവുമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ഭൂമിയുടെ താക്കോൽ കർത്താവിന്റെ കയ്യിലുണ്ട്. ഒരുത്തനെ നരകത്തിൽ വിധിച്ചു കളയാൻ കർത്താവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവാണ് ഇതൊക്കെ ചെയ്യുന്നത്. എഫേസ്യ ലേഖനം 2:1 അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെ ഉയർപ്പിച്ചു. 5 അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നിങ്ങളെയും ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. അടുത്ത 7-ാം വാക്യം. സ്വർഗത്തിൽ ഇരിക്കും. അപ്പൊ നമ്മൾ എവിടെ ഇരിക്കുക? ഇപ്പോ നമ്മൾ ഈ ഹോളിൽ ഇരിക്കുക, പക്ഷേ ആത്മീകമായി നമ്മൾ സ്വർഗത്തിലിരിക്കുക. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ദൈവരാജ്യത്തിന്റെ പ്രതീകം എന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ദൈവനീതി ചെയ്ത് വചനമനുസരിച്ച് ജീവിക്കുക, ദൈവിക സമാധാനത്താൽ നിറയപ്പെടുക, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുക. അതാണ് ദൈവരാജ്യം. ഭക്ഷണം പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്. ഇപ്പൊ ദൈവരാജ്യം നമ്മൾ ഭക്ഷണം പാനമാക്കി മാറ്റിയിരിക്കുകയാണ്. കോട്ടേജ് മീറ്റിങ്ങിന് പപ്പടം പഴം പായസം കൂട്ടി തിരുമില്ലെങ്കിൽ യോഗത്തിനൊരു എന്തോ ഒരു സുഖം പോലെ. യോഗം എന്തില്ല, ഒരു സുഖമായില്ല. മീറ്റിംഗ് മീറ്റിംഗ് എനിക്കില്ല. കാരണം എന്താ? കറി കുറഞ്ഞു.
ഭക്ഷണം പാനീയമാക്കി മാറ്റി സ്വർഗരാജ്യം. ആത്മീയ കൂട്ടായ്മ. പ്രിയമുള്ളവരെ, അതൊന്നുമല്ല മനസ്സിലായി. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി, ദൈവവചനമനുസരിച്ച് ജീവിക്കുക, ദൈവിക സമാധാനത്തിൽ നിറയപ്പെടുക, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. ഒരു പുതിയ നിയമ വിശ്വാസി എപ്പോഴും ആത്മാവിൽ അവന് സന്തോഷിക്കാൻ കഴിയും. അവന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ പലപ്പോഴും വേദനാജനകമായിരിക്കും. രോഗങ്ങളായിരിക്കും, കഷ്ടങ്ങളായിരിക്കും, ഞെരുക്കങ്ങളായിരിക്കും, ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷേ അവൻ ആത്മാവിനെ പ്രാപിച്ചവൻ ആത്മാവിൽ സന്തോഷിച്ചു. പത്രോസ് അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടുകൂടി ആനന്ദിക്കുകയും ചെയ്തു. വേണമെങ്കിൽ എടുത്ത് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യം എടുത്ത് വായിച്ചാൽ അവിടെ പറയുന്ന ആ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കി. ക്ഷയം, മാലിന്യം, മാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പൊ ക്ഷയം, പാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിച്ചു. ദൈവം ചെയ്തതാണത്. പക്ഷേ അതിലിപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ എന്ത് ചെയ്യുക? അല്പനേരത്തെ, ഈ അല്പനേരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മരണം, നമ്മുടെ ജീവിതകാലം, നമ്മുടെ ആയുസ് ഏതായാലും 79 സംവത്സരം. അല്പകാലം നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഈ പരീക്ഷകളൊക്കെ നമ്മളെ തളർത്തുകയല്ല ദൈവമക്കളെ. ശത്രുക്ക് മേശക അഭയദ്രവവും തീക്കുണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് അവർക്ക് മാന്യത കിട്ടിയത്. ഇവരാരാണെന്ന് മനസ്സിലായത്. ഇസ്രായേലിന്റെ ദൈവത്തെ സേവിക്കുന്ന 3 യഹൂദന്മാരാണ്. ഹല്ലേലൂയ. കാരണം എന്താ പറ്റി? ഈ തീക്കൂട്ടത്തിലേക്ക് എടുത്തോണ്ട് പോയ ബാബേൽ സംസ്ഥാനത്തിലെ രാജാവിന്റെ ഭൃത്യന്മാര് അവര് ആ തീയിലേക്ക് കൊണ്ട് തള്ളാൻ പോയപ്പോ ആ ചൂട് കൊണ്ട് അവര് ചത്തു വീണു. അവിടെ തീക്കുണ്ടത്തിന്റെ ഉള്ളിൽ കിടന്ന ശത്രുക്ക് മേശക അഭയദ്രോഹവും ഇതാ എഴുന്നേറ്റ് വരുന്നു. പരീക്ഷകളും പ്രതികൂലങ്ങളും നമ്മളെ തകർക്കുകയല്ല, മറിച്ച് നമുക്ക് മാന്യത തരികയാണ്. സിംഹക്കുടിയിൽ വലിച്ചെറിഞ്ഞ ദാനിയേൽ എന്താ പറ്റി? സിംഹക്കുടിയിൽ പുറത്തിറങ്ങിയപ്പോഴാണ് തനിക്ക് വിലയിലറിയാൻ പറ്റി. യവന്മാരൊന്ന് സിംഹക്കുടിയിലിട്ടാലും യവന്മാരൊന്ന് തീയിലിട്ടാലും യവന്മാരൊന്നും ചാകത്തില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകം എഴുതിയ ആരാ? യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ അപ്പോസ്തലന് അന്നത്തെ രാജാ, പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം എന്ത് ചെയ്തു? തിളച്ച എണ്ണയില് ആ രാജാവിന്റെ പേരെന്താ? പേര് എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം പിടിച്ച് എണ്ണയിലിട്ടു. എണ്ണയിലിട്ടപ്പോ പുള്ളി എന്ത് ചെയ്യുക? എണ്ണയിൽ കിടന്ന് നീരിക്കും. നോക്കുമ്പോ ഇതൊന്നും പിടിച്ചു കയറ്റാൻ പറഞ്ഞ നമ്മൾ ദൈവമക്കളെ, ഇത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇത് പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ. ഡൊമിഷ്യൻ ചക്രവർത്തി. അതാണ് ഇപ്പൊ പറഞ്ഞു വരുമ്പോ നമുക്ക് വെളിപ്പെട്ട് വരും ആ പേര്. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കണ്ണ് പള്ളിയിൽ വെളി വന്നു. അതാണ് കണ്ണെല്ലാം ഉള്ളിലോട്ട് വെച്ചിട്ട് വിളി ചോദിക്കും, ഇതെന്ത് കളി? തിളച്ച എണ്ണ പച്ചവെള്ളമായോ? സിംഹത്തിന്റെ മടികൾ പൂമത്തയായോ? ഹല്ലേലൂയ. അഗ്നികുണ്ഡം ഓടിക്കളിക്കാനുള്ള ഗ്രൗണ്ടായി തീർന്നോ അവർക്ക്? വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും കാണാൻ കഴിയും. പ്രിയമുള്ള നീ പ്രമാണത്തിൽ നിൽക്ക്. രാജാവിന്റെ ഭോജനം കഴിക്കാനും രാജാവ് കുടിച്ച വീഞ്ഞു കുടിക്കാനും ഒക്കെ അനുവാദം കിട്ടിയ ദാനിയേൽ പറയുന്ന ദാനിയേൽ പ്രവചനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നിങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചേ. സമയമില്ലെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ചേ. എടുത്തിട്ട് സബ്ജക്റ്റിലേക്ക് വന്നു. ദാനിയേൽ 1:8 ഇത് വായിച്ചേ. എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നേ? ഞാൻ പേടിച്ച് വിറയ്ക്കുന്ന ഒരു വാക്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനമെടുത്തു. രാജാവ് വലിച്ചു കുടിക്കുന്ന വീഞ്ഞൊന്നും എനിക്ക് വേണ്ട, ഞങ്ങൾ വീഞ്ഞു കുടിക്കുന്നവരാ. ഞങ്ങൾക്ക് ലഹരിയുള്ള വീഞ്ഞല്ല കുടിക്കേണ്ട. ഞങ്ങളുടെ വീഞ്ഞ് പൗലൂസ് തിമോഥെയോസിനോട് പറഞ്ഞത് എന്താ? നിന്റെ ശരീരത്തിന്റെ അജീർണ നിമിത്തം അല്പം കുടിച്ചോ. മോന്താനല്ല പറഞ്ഞത്.
കത്തോലിക്ക പുരോഹിതന്മാർ കല്യാണം നടത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഞ്ഞ് മോന്തുമ്പോൾ എനിക്ക് എന്തൊരു അസംബന്ധമായി കാണിച്ചു. തിരിച്ചിരിച്ച് അവരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ തിരിഞ്ഞു കൊണ്ടിരിക്കുക, ഇങ്ങനെ കുടിക്കുക. കാരണം അതിന് വീര്യമുണ്ട്. മനസ്സിലായില്ലേ? അവരൊക്കെ കണ്ടു പഠിക്കട്ടെ. ദാനിയേലിനെ രാജാവ് കുടിക്കുന്ന വീഞ്ഞും രാജാവിൻ്റെ ഭക്ഷണങ്ങളും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അപ്പോൾ ആ കാര്യസ്ഥം പറയണം എന്താണെന്നറിയോ? എൻ്റെ തലയ്ക്ക് നിങ്ങൾ അപകടം വരുത്തി വെക്കും. പൊന്നെ വേണ്ട 10 ദിവസം ഒന്ന് പരീക്ഷ നോക്കാൻ പറഞ്ഞു. 10 ദിവസം എന്ത് ചെയ്തു? ശാഖപദാർത്ഥം കൊടുത്തു പരീക്ഷിച്ചപ്പോൾ എന്താ റിസൾട്ട് കിട്ടി? അല്ല, അവിടെ വേറൊരു പദം പറയുന്നു. 10 ദിവസം പരീക്ഷിച്ചപ്പോൾ എന്ത് കിട്ടി? വേറൊരു പദം അവിടെ പറയുന്നുണ്ട്. അത് നല്ലതാ. അവിടെ മുഖം ഷൈനിങ് ആയിട്ട് കണ്ടു. 10 ഇരട്ടി വിശിഷ്ടരായിട്ട് കണ്ടു. 10 ദിവസം പരീക്ഷിച്ചപ്പോൾ 10 ഇരട്ടി വിശിഷ്ടരായിട്ട് കണ്ടു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ കഞ്ഞിയും പയറും കുടിച്ചാൽ നമ്മൾ ക്ഷീണിച്ചു പോകുന്നൊക്കെ ചിന്തിക്കണ്ട. നമ്മൾ ആത്മാവിൽ ആരാധിച്ചു നോക്കിയേ, നമ്മൾ ദൈവവചനം അനുസരിച്ച് നോക്കിയേ, നമ്മൾ ആത്മാവിൽ പാടി നോക്കിയേ, ആത്മാവിൽ പ്രാർത്ഥിച്ചു നോക്കിയേ. എന്നിട്ട് സാധാരണ ആഹാരം കഴിച്ചാൽ നമുക്ക് ബലം കർത്താവ് തരും. ഹല്ലേലൂയ.